ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ബ്ലൂബെറീസൊക്കെ ചില ചെടിയുടെയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾ കുറേ ദിവസം ഞങ്ങൾ ഡെയിലി പറിക്കണം. ഞങ്ങൾ കുറച്ച് ബ്ലൂബെറിയൊക്കെ പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കി നമ്മുടെ റാസ്ബെറിയൊക്കെ ഇത് ഇത്രയായിട്ടോ, കായ വന്നു തുടങ്ങി. ഒരു മാസമൊക്കെ എടുക്കുന്നതൊന്ന് പഴുത്താവാൻ വേണ്ടി. അതിൻ്റെ ഇടയിലാണ് വേറൊരു സാധനം കാണിക്കുക. ഇത് നമ്മുടെ നാട്ടിലുള്ള വാടാമല്ലി ചെടിയില്ലേ, അതുപോലെ ഇരിക്കണമല്ലോ, കണ്ടോ. ഇതിൻ്റെ ഇവിടുത്തെ ബെർഗന്നോർവ ഇവിടെയുണ്ടല്ലോ, ഓരോ സമയത്തും സീസൺ അനുസരിച്ച് പൊന്നപ്പൻ പുറത്തിറങ്ങേണ്ടി വന്നപ്പൻ എന്നും കയ്യിൽ ഒരേ കളിപ്പാട്ട് എടുക്കും ഒരേ ദിവസം. ഇന്നിപ്പോൾ ക്യാൻഡി കാറ്റ് എടുത്തേക്കണം. ക്യാൻഡി കാറ്റിന് അവൻ ഇന്നത്തെ വെതർ ഒരു 12 ഡിഗ്രി ഒക്കെ കേട്ടോ. ഇടയ്ക്കൊക്കെ വേരി ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലും ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഈ കളറ്, പിന്നെ ഇപ്പോൾ ഈ കളറാണ് ഓരോ ടൈമിൽ ഓരോ ടൈപ്പ് ഫ്ലവേഴ്സ്. ആ സെക്ഷൻ തീർന്ന് കഴിയുമ്പോൾ അടുത്ത ഫ്ലവേഴ്സ് വരും. ഇപ്പോൾ ഇത് ഈ കളറല്ലേ. ഇനി നമുക്ക് വെള്ള വാടാമല്ലിയില്ലേ, വെള്ളയുണ്ട് ഇവിടെ, കാണിച്ചു കേട്ടോ. ഇടയ്ക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ യെല്ലോ ഫ്ലവേഴ്സ്. ഇത് പ്ലാസ്റ്റിക് പോലെയൊക്കെ തോന്നും, നല്ല രസമാണ് കാണാൻ. ഇവിടെ കുറച്ചായിട്ട് നിൽക്കുന്നുള്ളൂ. ചില സ്ഥലങ്ങളിൽ കുറേ ഉണ്ട്, വെള്ളയും മറ്റേ വാടാമല്ലി കളറും നിൽക്കുന്നുണ്ടോ. ഇനി നമ്മളുടെ ബ്ലൂബെറി കാണാം. ഇത് കാണുന്നതാട്ടോ നമ്മളുടെ വീട്. പിന്നെ ഒരു വെറൈറ്റി പൂക്കളാട്ടോ. വണ്ട് വന്ന് ഹണി കുടിക്കാൻ നിൽക്കണുണ്ടോ, വണ്ട്. എന്താ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഞാൻ ഇവിടെ എലിയുണ്ട്, ഉറുമ്പുണ്ട്, മോസ്കിറ്റോ ഉണ്ട്, എല്ലാം അട്ട വരെ. ഈ ചുവന്ന അട്ടയില്ലേ, എല്ലാ സാധനങ്ങളും യൂറോപ്പിലുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മുടെ ഈ കറുത്തൊരു പക്ഷിയുണ്ട്, കാർമാൻ പോലത്തെ സാധനം. ഇതൊക്കെ വിൻ്റർ ആകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ മാനുണ്ട്. വെറൈറ്റി. ഇത് ഭംഗിയ പൂക്കളൊക്കെ കാണാം അല്ലേ. പക്ഷെ ഇത് വെറുതെ ഈ നെല്ല് പോലെ നിൽക്കണം. ഇതിനകത്തൊരു വയലറ്റ് കളർ പൂവുണ്ടാവും, ഉണ്ടോ. ഇവിടെ നടയിലുള്ള വീടിൻ്റെ വീടിൻ്റെ സൈഡിലുള്ള വഴിയുടെ. പക്ഷെ ഇതിനകത്തൊക്കെ അധികം ഉണ്ടാവണില്ല കേട്ടോ. കുറച്ചൊക്കെ ഉണ്ട്. ഇതേ പഴുത്തെടുക്കണം. അപ്പം ഞാൻ ഇത് ഉള്ളത് പറിച്ചിട്ട് കൂടുതലുള്ള നമ്മുടെ ബാക്കിൽ ഫോറസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൽ പോയി പറിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ കാണുന്നതൊക്കെ ബ്ലൂബെറി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഞാനിവിടെ ഉള്ളതൊക്കെ കുറച്ചൊക്കെ പറിച്ചെടുത്ത് ഇത് നിൽക്കണം. പാകാവാനൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഉള്ളൂ എല്ലാത്തിലും. ചില പ്ലാന്റ്സിലൊക്കെ കുറേ ഉള്ളൂ, ഉണ്ടായി വരണുള്ളൂ. നോക്ക്, റോസ് പോലെ നല്ല മണം കൊണ്ട് ഇട്ടോ ഇതിനകത്ത്. റോസപ്പൂ പോലത്തെ പൂവ്. അതിന് ഈ ചെടിക്ക് മുള്ളുണ്ട്. റോസിൻ്റെ ഇലയൊന്നും ഡിഫറെൻ്റാണ്. പക്ഷേ ഇങ്ങനത്തെ ഇതിൻ്റെ വൈറ്റും ഉണ്ട്, ഈ കളറും കണ്ടോ. ഇങ്ങേറ്റത്തിൻ്റെ വൈറ്റ് നിൽക്കുന്നുണ്ട്. സിമണിക്കാം ഇവിടെ വൈറ്റ്. പക്ഷേ നല്ല റോസപ്പൂവിൻ്റെ മണം ഇതിനകത്ത്. ബ്ലൂബെറി പ്ലാന്റ്സ് കണ്ടോ നിറയെ. ഇത് വനത്തിലാട്ടോ, ഫോറസ്റ്റ്. ബ്ലൂബെറീസ്. പൊന്നപ്പം ബ്ലൂബെറി പറിക്കുകയാണേ. ഇത്രയും ബ്ലൂബെറീസ് പറിച്ചിട്ടോ. അവിടെ ഇഷ്ടംപോലെ പറിക്കാനുണ്ട്. പൊന്നപ്പം ധൃതി പിടിച്ച് ഞങ്ങൾ പോന്നു. അങ്ങനെ ബ്ലൂബെറി പറിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. ഈ ഒരു ചെറിയ ബൗളിൽ നിറച്ച് നമുക്ക് ഏകദേശം നിറച്ച് കിട്ടിയിട്ടോ. 2 പ്രാവശ്യം സ്മൂത്ത് അടിക്കാനുള്ള കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സ്റ്റോക്കിങ്ങിനാണെങ്കിൽ കുറേ ദിവസത്തേക്കുള്ളുണ്ട്. അപ്പോൾ ഞാനിത് സ്മൂത്തി ഉണ്ടാക്കാൻ സ്മൂത്തിയും കൂടെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ. ഇത് നല്ല സണ്ണി ഡേ ആട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ സ്ഥലത്ത് തന്നെ ബ്ലൂബെറി പറിക്കാൻ പോകുന്ന. ഇത് ആദ്യത്തെ ദിവസത്തെ അല്ല, ഇത് വേറൊരു ദിവസം പറിക്കാൻ മുന്നാട്ട് ഇന്ന് വന്നതാണ്. പിന്നെ ഇതാണ് കേട്ടോ ബ്ലൂബെറി പ്ലാന്റ്സ്. ഇത് ഫിൻലാൻഡിലും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടാവുമായിരിക്കും. ഫിൻലാൻഡിലുള്ള ചെറിയ വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ട് അവർ ബ്ലൂബെറി പറിക്കാൻ പോകുന്നത്. ഉണ്ടോ, കുറേ ഉണ്ട്. അവരൊക്കെ ഒരു പറിക്കുന്ന സാധനം കൊണ്ട് കോരി എടുക്കണം. നമ്മുടെ ഇല്ലാത്ത നമ്മളിങ്ങനെ പയ്യെ. പിന്നെ എനിക്ക് കുഞ്ഞുവായുള്ള കാരണം ഒത്തിരി ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ എല്ലാത്തിലും ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പറ്റുന്നത് കുറച്ച് പറിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഡെയിലി ബ്ലൂബെറി ജ്യൂസാണ്, സ്മൂത്തിയാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ പറിക്കട്ടെ കേട്ടോ. എത്ര കിട്ടുമെന്ന് നോക്കാമായിരുന്നു. ഫോറസ്റ്റിലേക്ക് ഞാനും പൊന്നപ്പനും അങ്ങേറ്റത്തേക്കില്ല, അവിടേക്ക് പോകാൻ പറ്റുമെന്തോ. പക്ഷെ ഭയങ്കര ഒത്തിരി ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടാ ബ്ലൂബെറീസ് ഭയങ്കര പൈസ ഇതിന് റേറ്റ്. ഓക്കെ നമ്മുടെ വീട്ടിലെ റെഡ് കറൻറ്റ് പഴുത്തു തുടങ്ങി കേട്ടോ. അല്ല, ബ്ലാക്ക് കറൻറ്റ്. റെഡ് കറൻറ്റും പഴുത്തു തുടങ്ങി. ഇത് ബ്ലാക്ക് കറൻറ്റാണ് കേട്ടോ. ഇതിൽ നല്ല വിറ്റാമിൻസൊക്കെ ഉള്ളത്, ജാമൊക്കെ ഉണ്ടാക്കാം. കണ്ടോ, നമ്മുടെ നെല്ലിക്കയുടെ തന്നെ ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. നെല്ലിമരം ഒത്തിരി വലിയ, നെല്ലിക്കയുടെ ഇടയിൽ ഇങ്ങനെ ഒരു ലൈനായിട്ട് കാണുന്നില്ലേ, അതുപോലെയൊക്കെ ഉണ്ട് ഇതിന്. ഇത് പഴുത്തിട്ടില്ല കേട്ടോ, പഴുക്കുന്നുള്ളൂ.
അപ്പം ഞാൻ കുറച്ച് ബ്ലാക്ക് കറൻറ്റും കൂടി പഠിച്ചെടുക്കട്ടെ. അപ്പം ഞങ്ങൾ ഡെയിലി സ്മൂത്തിയിൽ ബ്ലൂബെറി, അവക്കാഡോ, ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും. ഓക്കെ ബൈ. ഇവിടെ കാണുന്നതെല്ലാം ഉരുളക്കിഴങ്ങിൻ്റെ ചെടികളാണ് കേട്ടോ. കണ്ടാ ബ്ലൂബെറി കണ്ടോ? ബ്ലൂബെറി പാടം പോലെയാണ് കേട്ടത്. ബ്ലൂബെറി പാടം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഭയങ്കര പാടാണ് അത്. ഇങ്ങനെ പറിച്ച് ഇങ്ങനെ എടുക്കണം. ഓരോന്നായിട്ട് പിച്ച് എടുക്കണുണ്ട് ബ്ലൂബെറീസ്. ഇതാണ് നോർവേയിലെ വൈൽഡ് ബ്ലൂബെറിയാണ്. ഇതിൻ്റെ വലിയ സൈസാണ് കേട്ടോ മറ്റേ വലിയ ബ്ലൂബെറി. അപ്പോൾ എത്രമാത്രം ഇന്ന് കിട്ടിയെന്ന് നോക്കാം. ഇന്ന് ഞങ്ങൾക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്.